ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളിന്ന് ഏറിയുണ്ട ഇടുക. ഇവിടെ ഈ തോട്ടിൽ ഒരുപാട് മീനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇതുപോലുള്ള ഏറി ഉണ്ട്. നമ്മുടെ നാട്ടിലെന്താ പറയുന്നത് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇത് തീറ്റയെ കുത്തിയിട്ട് നമ്മൾ ഇതിനകത്ത് മീൻ പിടിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് അറിയില്ല. നമുക്കൊന്ന് ഇട്ട് നോക്കാം. നല്ല വെയിലൊക്കെ ഉണ്ട്, നമുക്ക് പോകാം. നമുക്കിപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ചേറുമീൻ എന്നാ പറയുന്നത്. വേറെ എന്തെങ്കിലും പറയുന്നത്? പിന്നെ ചേറുമീൻ എന്നാ പറയാം ഞങ്ങളുടെ നാട്ടിൽ. നമുക്കിവിടെ ചൂണ്ടയിട്ട് നമുക്ക് ഇതാ കിട്ടിയേ. അപ്പോൾ ഇവൻ്റെ കളി കാരണം ഞങ്ങൾ ഇവിടെ മൊത്തം കിടന്ന് റൗണ്ട് ചെയ്തു. ഇവനെ പിടിച്ച് കരക്കി കയറ്റാം. കാര്യം ഇവൻ കറക്റ്റ് നമ്മൾ ഡയറക്റ്റ് വിളിച്ചാൽ ചൂണ്ട നൂരി പോകും. ഇതിന് കട്ടി കുറവായിരുന്നു. നമ്മൾ ഇവിടെ തടിയിട്ട് നമ്മളിതിനെ അടിച്ചു കൊല്ലുമായിരുന്നു. എൻ്റെ ചൂണ്ട അവൻ ഉള്ളി വിഴുങ്ങിയേക്കുക. ഊരിയെടുക്കാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഇവനെ നല്ല രീതിയിൽ അടിപൊളി ടേസ്റ്റിൽ കറി വെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ ചേറുമീൻ കറിയിലോട്ട് പോകാം. ഇനി അപ്പോൾ ഇവനെ നമ്മൾ കറി വെക്കാനായിട്ട് പോകും. അപ്പോൾ മീനൊക്കെ ഒന്ന് ചെത്തി ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളെ ചേർന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം മീൻ നല്ലോണം ചെതുമ്പിലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കല്ലിലൊക്കെ ഇട്ട് ഉരച്ചതിൻ്റെ ഉളുമ്പൊക്കെ കളയണം, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മീനൊക്കെ നല്ലോണം വെട്ടി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മീൻകറി വെക്കാനുള്ള അടുപ്പ് കൂട്ടുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മൺചട്ടി എടുത്ത് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മൺചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലോട്ട് നമുക്ക് കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞുകൂടി ഇതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കണം.
ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കടുകാണ് വേണ്ടത്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വേപ്പില ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലോണം അതുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന പൊടികൾ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ ഇട്ട പൊടിയെല്ലാം കൂടെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ പാകത്തിന് നമുക്ക് ഇതിനകത്ത് ഉപ്പുകൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ കുടംപുളിയാണ് വേണ്ടത്. അപ്പോൾ നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുത്ത കുടംപുളിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടുമുടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിന്നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.